My dear friends, welcome to this session on reported speech. In this video series, we will explore how to convert direct speech into reported speech. നമുക്ക് നേരിട്ട് പറയുന്ന വാചകങ്ങൾ അഥവാ ഡയറക്റ്റ് സ്പീച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ റിപ്പോർട്ടഡ് സ്പീച്ച് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നത് എന്ന് പഠിക്കാം. In this first part, we will focus on declarative sentences, those that make statements. We will learn the rules to change these sentences into reported speech and practice examples from various tenses. വിവിധ ടെൻസുകളിലുള്ള ഡിക്ലറേറ്റീവ് സെന്റൻസസ് അഥവാ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പ്രസ്താവനകൾ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്ന് നമുക്ക് പഠിക്കാം. Let's begin this journey to understand the nuances of reported speech. Let's look at some examples of declarative sentences. He said, I drink coffee. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. ഇതിലെ വെർബ് ഡ്രിങ്ക് ആണ്. ഒരാൾ നേരിട്ട് പറയുന്ന സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡയറക്റ്റ് സ്പീച്ച് എന്നാണ് പറയുന്നത്. ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡയറക്റ്റ് സ്പീച്ച് റെഫേഴ്സ് ടു ദ എക്സാക്ട് വേർഡ് സ്പോക്കൺ ബൈ സംവൺ എൻക്ലോസ്ഡ് ഇൻ കൊട്ടേഷൻ മാർക്സ്. ഒരാൾ നേരിട്ട് പറയുന്നതിനെയാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഡയറക്റ്റ് സ്പീച്ച് ഡബിൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിച്ചാണ് എഴുതുന്നത്. ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിക്കുന്നില്ല. Reported speech conveys the meaning of what someone said without quoting their exact words. It often involves changing the tense, pronouns and other elements. ഒരാളുടെ പ്രസ്താവന അല്ലെങ്കിൽ വാക്കുകൾ അതേപടി ആവർത്തിക്കാതെ അർത്ഥം മാത്രം കൈമാറുന്ന രീതിയെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് സെഡ് ആണ്. അത് പാസ്റ്റ് ടെൻസിലാണ്. ഡയറക്റ്റ് സ്പീച്ചിൽ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ സെന്റൻസിലുള്ള വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ അത് പാസ്റ്റ് ടെൻസിലേക്കും പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്കും ഒക്കെയായി മാറുന്നു. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസിൽ വരുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്ന ടേബിൾ ഈ ക്ലാസിന്റെ അവസാനത്തിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം നോക്കി മനസ്സിലാക്കുക. ഡയറക്റ്റ് സ്പീച്ചിലെ സെന്റൻസിൽ പ്രൊനൗൺ ഉണ്ടെങ്കിൽ അതിനും മാറ്റം വരുന്നു. Pronouns in the direct speech are adjusted according to the subject of the reporting verb. ഇവിടെ I എന്നതാണ് സബ്ജക്റ്റ്. അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ he എന്നായി മാറുന്നു. അപ്പോൾ I drink coffee എന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് മാറ്റം വരുന്നത്? He drank coffee എന്നായി മാറുന്നു. ഇവിടെ he said I drink coffee എന്നാണ്. അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ He said that he drank coffee എന്നായി മാറുന്നു. ഇവിടെ ഡിക്ലറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ കൺജങ്ഷൻ that ചേർക്കുന്നു. അതിനുശേഷം I എന്നുള്ള പ്രൊനൗൺ ഇവിടെ മെയിൽ പേഴ്സൺ ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ he എന്നാക്കി മാറ്റുന്നു. പിന്നെ വേർബ് പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുന്നു. ഡ്രിങ്ക് എന്നുള്ളത് drank എന്നാക്കി മാറ്റുന്നു. They said we go to the office. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് മാറുന്നത്? ഇവിടെയും നമ്മൾ കൺജങ്ഷൻ that ചേർക്കുന്നു. അപ്പോ എങ്ങനെ വരും? they said that. we എന്നുള്ളത് എങ്ങനെയാണ് മാറുക? they എന്നായി മാറുന്നു. we എന്ന പ്രൊനൗൺ they എന്നായി മാറുന്നു. go എന്നുള്ളത് പ്രസന്റ് ടെൻസിലുള്ള വേർബാണ്. അത് പാസ്റ്റ് ടെൻസിലോട്ട് മാറുന്നു. went എന്നായി മാറുന്നു. to the office നൗണിനോ നൗൺ ഫ്രേസിനോ ഒന്നും മാറ്റം വരുന്നില്ല. അത് അതുപോലെ തന്നെ ആണ് വരുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ കംപ്ലീറ്റ് സെന്റൻസ് എങ്ങനെ പറയും? they said that they went to the office. Got it? He said I am drinking coffee. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. ഇവിടെ വെർബ് am drinking എന്നാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വെർബ് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിലേക്ക് മാറുന്നു. അതായത് ഹെൽപ്പിംഗ് വെർബായ am അതിന്റെ പാസ്റ്റ് ഫോമായ വാസിലേക്ക് മാറുന്നു. മെയിൻ വെർബായ ഡ്രിങ്കിങ്ങിന് മാറ്റമൊന്നും വരുന്നില്ല. അങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോമായ am drinking എന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമായ was drinking എന്നായി മാറുന്നു. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് സെന്റൻസ് വരിക?
He said that he was drinking coffee എന്നായി മാറുന്നു. Look at this sentence. They said we are going to the office. ഇവിടെ എങ്ങനെയാണ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സെന്റൻസ് വരുന്നത്? They said that they were going to the office. Got it? Are going എന്നുള്ളത് were going എന്നായി മാറി. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിലുള്ള സെന്റൻസ് ആയി മാറി. അതുപോലെ പ്രൊനൗണിന് വന്ന മാറ്റം ശ്രദ്ധിക്കുക. കൺജങ്ഷൻ ദാറ്റ് ചേർത്തിരിക്കുന്നു. He said, I have drunk coffee. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. ഇവിടെ വെർബ് ഹാവ് ഡ്രങ്ക് എന്നാണ്. ഇത് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വെർബ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറുന്നു. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം ഹാഡ് പ്ലസ് V3 ആണ്. ഇവിടെ ഡ്രങ്ക് എന്നുള്ളത് V3 ഫോമിലുള്ള വെർബാണ്. ബാക്കിയുള്ള ചേഞ്ചസ് മുൻ സെന്റൻസുകളിൽ പറഞ്ഞതുപോലെ തന്നെ ആണ് വരുന്നത്. അതായത് നമ്മൾ ഈ സെന്റൻസ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ he said that he had drunk coffee എന്നായി മാറുന്നു. Look at this sentence. They said we have gone to the office. ഇവിടെ have gone എന്നതാണ് പ്രസന്റ് പെർഫെക്റ്റിലുള്ള വെർബ് ഫോം. അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റുമ്പോൾ had gone എന്നായി മാറുന്നു. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സെന്റൻസ് എങ്ങനെ വരും? They said that they had gone to the office. Clear? He said, I drank coffee. ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിലുള്ള സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇവിടെ വെർബ് ഡ്രാങ്ക് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വെർബിനെ റിപ്പോർട്ടർ സ്പീച്ച് ആക്കുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ രൂപം ഹാഡ് പ്ലസ് V3 എന്നതാണ്. ഇവിടെ മെയിൻ വെർബ് ആയ ഡ്രാങ്ക് എന്നതിന്റെ V3 ഫോം ആണ് ഡ്രങ്ക് എന്നത്. ഇതിനു മുൻപ് ഹാഡ് ചേർക്കുന്നു. അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമായ ഹാഡ് ഡ്രങ്ക് എന്നാക്കി മാറ്റുന്നു. റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സെന്റൻസ് എങ്ങനെ വരും? He said that he had drunk coffee. Look at this sentence. They said we went to the office. ഇതിലെ വെർബ് went ആണ്. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇത് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ടെൻസിലേക്കാണ് മാറുന്നത്. വെന്റ് എന്ന വെർബിന്റെ V3 ഫോം ആണ് ഗോൺ എന്നത്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് മാറുമ്പോൾ ഹാഡ് ഗോൺ എന്നായി മാറുന്നു. റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സെന്റൻസ് എങ്ങനെ വരും? They said that they had gone to the office. He said I was drinking coffee. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. ഇതിനെ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറുന്നു. ഇവിടെ വാസ് അതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമായ ഹാഡ് ബീനിലേക്ക് മാറുന്നു. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ് എന്ന് മുൻപ് സൂചിപ്പിച്ചല്ലോ. ഇവിടെ വാസ് എന്ന വെർബിന്റെ V3 ഫോം ആണ് ബീൻ എന്നത്. അതിനു മുന്നായി നമ്മൾ ഹാഡ് ചേർക്കുന്നു. ഹാഡ് ബീൻ എന്നായി മാറുന്നു. അതിനുശേഷം ING ഫോം ഓഫ് ദ വെർബ്. അങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിലുള്ള വാസ് ഡ്രിങ്കിങ് എന്നത് ഹാഡ് ബീൻ ഡ്രിങ്കിങ് എന്ന പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമിലേക്ക് മാറുന്നു. അപ്പോൾ എങ്ങനെ സെന്റൻസ് വരും? He said that he had been drinking coffee. Look at this sentence. They said we were going to the office. ഇതും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. were going എന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള വെർബ് ഫോം ആണ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ ഹാഡ് ബീൻ ഗോയിങ് എന്നായി മാറുന്നു. വാസ് വേർ എന്നീ ഹെൽപ്പിംഗ് വെർബുകളുടെ V3 ഫോം ബീൻ ആണ്. ഈ ഹെൽപ്പിംഗ് വെർബുകൾ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റുമ്പോൾ ഹാഡ് ബീൻ എന്നായിട്ടാണ് മാറുന്നത്. മെയിൻ വെർബായ ഗോയിങ്ങിന് മാറ്റമൊന്നും വരുന്നില്ല. അങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള വേർ ഗോയിങ് എന്ന വെർബ് ഹാഡ് ബീൻ ഗോയിങ് എന്ന പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമിലേക്ക് മാറുന്നു. റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സെന്റൻസ് എങ്ങനെ വരും? They said that they had been going to the office. ഇവിടെ നമ്മൾ കൺജങ്ഷൻ ദാറ്റ് ചേർത്തു. അതുപോലെ വി എന്ന പ്രൊനൗൺ they എന്നാക്കി മാറ്റി. പിന്നെ വെർബ് ഫോം, അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിലുള്ള വെർബായ വേർ ഗോയിങ് എന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള വെർബായ ഹാഡ് ബീൻ ഗോയിങ് എന്നാക്കി മാറ്റി. Is it clear to you?
He said, I had drunk coffee. ഇത് past perfect ടെൻസിലുള്ള സെന്റൻസ് ആണ്. ഇവിടെ verb had drunk എന്നാണ്. പാസ്റ്റ് പെർഫെക്റ്റിലുള്ള സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വെർബിന് മാറ്റം വരുന്നില്ല. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സെന്റൻസ് എങ്ങനെ വരും? He said that he had drunk coffee. Look at this sentence. They said B had gone to the office. ഇത് പാസ്റ്റ് പെർഫെക്റ്റിലുള്ള സെന്റൻസ് ആണ്. ഇവിടെ വെർബിന് മാറ്റം വരുന്നില്ല. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സെന്റൻസ് They said that they had gone to the office. He said, I will drink coffee. ഇതിലെ verb will drink എന്നാണ്. ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ would drink എന്നായി മാറുന്നു. will എന്നത് would എന്നായി മാറുന്നു. ഇവിടെ മെയിൻ verb ആയിട്ടുള്ള drink എന്നതിന് മാറ്റമൊന്നും വരുന്നില്ല. Look at the sentence. They said, we will go to the office. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? will go എന്നുള്ളത് would go എന്നായി മാറും. സെന്റൻസ് They said that they would go to the office. This table will help you understand the changes in tenses when converting direct speech to indirect speech or reported speech. When converting direct speech to indirect speech, simple present tense changes to simple past tense. Present continuous tense changes to past continuous tense. Present perfect tense changes to past perfect tense. Simple past tense changes to past perfect tense. Past continuous tense changes to past perfect continuous tense. And past perfect tense remains unchanged. In the case of future tense, verbs like will, shall, can, may, etc. change to their past forms like would, should, could, might, etc. in indirect speech. In this session, we explored how to transform declarative sentences from direct speech to indirect speech. ഈ സെഷനിൽ നമ്മൾ ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ രൂപത്തിലുള്ള വാചകങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. We saw examples in different tenses and learned the basic rules and exceptions. Practice these examples to become confident in reported speech. Thank you so much for participating in today's lesson. I hope you found it helpful. Don't forget to subscribe to the channel. Press the bell icon to get notified about the new videos. And feel free to leave your comments and feedback below. Your support means a lot. See you in the next part where we will discuss interrogative sentences. Thank you again and have a wonderful day ahead.